ഓം നമോ ഭഗവതേ വാസുദേവായ. മുപ്പത്തിയൊമ്പതാം ദശകത്തിൽ വസുദേവർ ഭഗവാനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണ് വിവരിച്ചിരിക്കുന്നത്. വസുദേവർ അർദ്ധരാത്രി സമയത്ത് അങ്ങയെയും എടുത്ത് യമുനാ നദിയുടെ അടുത്തെത്തിയപ്പോൾ യമുനാ നദി കരകവിഞ്ഞൊഴുകുകയാണ്. എന്നാൽ കോരിച്ചൊരിയുന്ന മഴയും. അപ്പോൾ അങ്ങയ്ക്ക് കുട പിടിച്ചുകൊണ്ട് ആദിശേഷൻ വരികയും അതുപോലെ വസുദേവർ വരുന്നത് കണ്ടപ്പോൾ യമുനാ നദി പെട്ടെന്ന് തന്നെ മുട്ടറ്റം വെള്ളം ഉള്ളതുപോലെ മാറുകയും ചെയ്തു. വേഗം തന്നെ വസുദേവരെ നന്ദഗോപരുടെ വസതിയിലെത്തി യശോദയുടെ സമീപം അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന ആ കുഞ്ഞിനെ എടുത്ത് ആരുമറിയാതെ തൻ്റെ കോമളകുമാരനെ ഉണ്ണിക്കണ്ണനെ യശോദയുടെ അടുത്ത് കിടത്തി ആ മായ ഭഗവതിയെ കയ്യിലെടുത്ത് തിരിച്ച് വേഗം തന്നെ കാരാഗൃഹത്തിലെത്തുന്നു. കാരാഗൃഹത്തിലെത്തിയതും മായാദേവി കാലും കൈയും ഇട്ടടിച്ച് കരയുകയാണ്. അപ്പോൾ കാവൽക്കാരുണർന്ന് ദേവയ്ക്ക് പ്രസവിച്ച വാർത്ത കംസനെ ചെന്നറിയിക്കുന്നു. കംസൻ ഓടി വന്ന് നോക്കുമ്പോൾ തൻ്റെ സഹോദരിയുടെ കയ്യിൽ താൻ വിചാരിച്ചതുപോലെ ഒരു ആൺകുഞ്ഞല്ലായിരിക്കുന്നത്, പെൺകുഞ്ഞാണ്. എന്നാലും ഇത് വിഷ്ണുവിൻ്റെ മായയാകുമെന്ന് ഉറപ്പിച്ച് ആ കാലിൽ തൂക്കിപ്പിടിച്ച് കല്ലിലെ അടിക്കാൻ ഓങ്ങിയപ്പോൾ ആശ്ചര്യം എന്നേ പറയുള്ളൂ. കംസൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന് പോയ ആ ദിവ്യ ബാലിക ആകാശത്തെത്തി 8 കൈകളോടുകൂടി ആയുധവും ധരിച്ച് നിൽക്കുന്ന മായാഭഗവതിയായിത്തീരുന്നു. എന്നിട്ട് കംസനോട് പറയുകയാണ്, അല്ലയോ ദുഷ്ടാത്മാവേ, നിൻ്റെ അന്തകൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് ഭഗവതി ഭഗവാന്റെ അനുജത്തി അപ്രത്യക്ഷയാകുകയാണ്. അടുത്ത പ്രഭാതത്തിൽ കംസൻ തൻ്റെ മന്ത്രിമാരായ പ്രലംബൻ, ഭഗൻ, പൂതന എന്നിവരെയൊക്കെ വിളിച്ച് അപ്പോഴുണ്ടായ എല്ലാ കുട്ടികളെയും കൊല്ലാനുള്ള ആജ്ഞ കൊടുക്കുകയാണ്. അവർ ഓടി നടന്ന് മധുരയിലും ഗോകുലത്തിലുമുള്ള വീടുകളിലൊക്കെ ഓടിച്ചെന്ന് അപ്പോൾ പ്രസവിച്ച ബാലികാബാലന്മാരെ കൊല്ലുന്നു. നന്ദഗോപഗൃഹത്തിലാവട്ടെ യശോദാദേവിയുടെ അരികത്ത് കിടക്കുന്ന ആ കാർമേഘവർണ്ണനെ കണ്ടിട്ട് ഗോപസ്ത്രീകളും എല്ലാവരും ആനന്ദത്തിൽ ആറാടുകയാണ്. യശോദാദേവിയാകട്ടെ ആ ഉണ്ണിക്കണ്ണനെ എടുത്ത് സ്തന്യപാനം ചെയ്യാൻ കൊടുക്കുന്നു. അഹോ ഭാഗ്യം! ഈ ലോകത്ത് യശോദാദേവിയുടെ അത്രയും ഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീകളില്ല എന്ന് എല്ലാവരും പറയുന്നു. നന്ദഗോപുരം സന്തോഷപൂർവ്വം അനേകം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും പുത്രൻ്റെ ജനനം ആഘോഷിക്കുന്നു. ഇത്രയുമാണ് 39-ാം ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്.
ഭവന്തമയമുദ്വഹന്യതു കുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനന്ദ്രേ ജലോദിത്വം ജലൗഘൈവ തൽക്ഷണാൽ പ്രപദമേയതാം ആയയോ പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുതൽബാലികാം അപാവൃതകവാടികാം പശുപവാടികാം മാവിശൻ ഭവദമയമർപ്പയൽ പ്രസവതൽപഗീതൽപദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വോ വിഗത തതസ്ത്വദനുജാരവക്ഷിപതി ക്ഷപിതനിദ്രവേഗദ്രവ ഭടോൽക്കരനിവേദിത പ്രസവവാർത്തയേ വാർത്തിമാൻ വിമുക്തചികരോൽക്കരസ്തുരിതമാപതൻ ഭോജരാടതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാഗരേ കന്യകാം ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാഗരാലിംഗിതാം ദിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ തതോ ഭവദുപാസകോ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലമജഗ്മുഷീ വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹൂ ഗതാ കില വിഹായ സാദിദ്യുതേ നശംസതര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുൽ ഗണപണായിതാം ഭുവി ച മന്ദിരാണ്യേയുഷീം പ്രഗീ പുനരഗാത്മജാം വചനമീരിതാം ഭൂഭുജാം പ്രലംബകപൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രമോ നിർഭയാ കുമാരകവിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈ തദ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതിശയനേ ശയേ രുദതി കിഞ്ചിദഞ്ജൽപതേ വിബുദ്ധ്യ
वनिताजनैस्तनयसम्भवे घोषिते मुदा किमु वदाम्यहो सकलमाकुलं गोकुलम् अहो खलु यशोदया नवकलाय चेदोहरं भवन्दमलमन्दिगे प्रथममापि पन्द्यादृशा पुनः स्तनभरं निजं सपदि पाययन्त्या मुदा मनोहरतनुभृशा जगति पुण्यबन्धो वोजिताः भवल्कुशलकाम्यया स खलु नन्दगोपस्तदा प्रमोदभरसङ्गुलो द्विजकुलाय किं न दादर् तथैव पशुपालकाः किमु न मङ्गलं ते निरे जगत्त्रितयमङ्गलां त्वं इह पाहि माम् മയാൽ. 39-ാം ദശകം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ